കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾ അവരുടെ മാതാപിതാക്കളും നിരന്തരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവരുടെ പഠിത്തത്തിൻ്റെയും ജോലിയുടെയൊക്കെ ഇടയ്ക്ക് ഒരു വോക്കിൻ ക്ലിനിക്കിൽ പോയിരുന്നിട്ട് ഡോക്ടറെ കാണാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാവുന്നത്, നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാർമസിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. പല പ്രോവിൻസുകളിലും ഫാർമസിസ്റ്റിന് പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി ഉണ്ട്. അത് മൈനർ എയിൽമെൻറ്റ്സ് എന്ന് പറയുന്ന ചെറിയ തരം അസുഖങ്ങൾക്കാണ് പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി ഉള്ളത്. ഇത് പല പ്രോവിൻസുകളിലും വ്യത്യസ്തമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആൽബർട്ടയിൽ ഒരുമാതിരി എല്ലാ അസുഖങ്ങൾക്കും, അതായത് ഈ 19 തരം കാറ്റഗറിയിൽ വരുന്ന മൈനർ എയിൽമെൻറ്റ്സിന് എല്ലാത്തിനും ഫാർമസിസ്റ്റിന് പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒണ്ടാരിയോയിലാണുള്ളത്. ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രോവിൻസിൽ പലതിനും ആൽബർട്ടയിൽ ഉള്ളതുപോലെ ഉള്ള പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഫാർമസിസ്റ്റ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഇൻ കാനഡ എന്നോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബിംഗ് അതോറിറ്റി ഓഫ് ഫാർമസിസ്റ്റ് അക്രോസ് കാനഡ എന്നോ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അവരുടെ എക്സ്പീരിയൻസും അവരുടെ കംഫർട്ട് സോണും അനുസരിച്ച് അവർ നിങ്ങൾക്ക് മരുന്ന് കുറിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യുകയോ ചെയ്യാം. അവരുടെ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് അതിനുള്ള ഡിസിഷൻ എടുക്കാനും അതിനുള്ള വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുമുള്ള അധികാരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈനർ എയിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം.